ദുഃഖകരമെന്ന് പറയട്ടെ, തലശ്ശേരിയിലുള്ള ഒരു സ്നേഹിതൻ ഈ അടുത്ത് എൻ്റെ ഒരു സ്നേഹിതനെ വിളിച്ചിട്ട് പറഞ്ഞത്രേ, ഞാൻ മൗലിദൊക്കെ എപ്പോഴും നടത്തുന്നുണ്ടെങ്കിലും അതിൽപ്പെട്ട ചില വരികളൊക്കെ ഞാനിപ്പോ തൽക്കാലം റെഡ് മഷി കൊണ്ട് ബ്ലാക്ക് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട വരിയാണ് അത്ര. അത് മൗലിദ് ഓതുന്നവരുടെ സങ്കടമായി പറയണത്. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ആരും ഇല്ലാതെ പോയി. ഇത് ഓതുമ്പോ ഒരു ഗിയറിടാൻ മടി. എന്ത് മടി? ഖുർആനല്ലേ പറഞ്ഞത്, വലൗ അന്നഹും യളമു അൻഫുസഹും. ആ കൂട്ടത്തിൽ കക്കാട് മുഹമ്മദ് ഫൈസി പെട്ടിട്ടുണ്ട്, ദോഷം ചെയ്തിട്ടുണ്ട്, ആത്മദ്രോഹം ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, അവർ ആത്മദ്രോഹം ചെയ്താൽ ജാഊക, നബിയെ അവർ താങ്കളെ സമീപിക്കട്ടെ. സമീപിക്കുക എന്നാൽ ഫിസിക്കൽ പോകണമെന്നൊന്നുമില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് അത്തഹിയാത്ത് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങളോട് നേരിട്ടാണ് ഞാൻ സലാത്ത് സലാം ചൊല്ലുന്നത് എന്ന വിശ്വാസമുള്ള, റസൂലുള്ളാഹിയെ സമീപിക്കുകയാണ് ഞാൻ എന്ന് ബോധമുള്ള, അത് മതി ജാഊക. അതിന്റെ മിനിമം രൂപം അങ്ങനെയാ. 3-4 പ്രായോഗിക രൂപങ്ങളുണ്ട്. അതിലൊരു രൂപം ഈ വിശ്വാസം മനസ്സിൽ വെച്ച് പുലർത്തുക. എണ്ണവും കണക്കുമില്ലാത്ത തെറ്റുകുറ്റങ്ങളിൽ ആപതിച്ചു പോയവനാണു ഞാൻ. മനുഷ്യോത്തമരായ തിരുനബിയെ, അങ്ങോട്ട് ഞാൻ എന്റെ വേവലാതിയും വേദനയും പറയുന്നു. ഖുർആൻ പറയുന്നു ജാഊക. ഓക്കേ, വസ്തഗ്ഫിറുല്ലാഹ, അവർ അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയട്ടെ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തിന് മുമ്പ് പറഞ്ഞത്, ഞാൻ പോയാലും നിങ്ങൾക്ക് നല്ലത്, ഞാൻ ജീവിച്ചാലും നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ നിങ്ങളുടെ വല്ല തെറ്റുകുറ്റങ്ങളും കാണേണ്ടി വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി